ഹിസ്ബുള്ള തങ്ങളുടെ നേതാവും ജനറൽ സെക്രട്ടറി കൂടിയായ ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അഥവാ ഹസൻ നസ്രുള്ളയുടെ മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ വലിയൊരു വ്യോമാക്രമണമാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബങ്കർ ബസ്റ്റ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൺ കണക്കിന് വെയിറ്റ് വരുന്ന 2000 പൗണ്ടോളം വില വരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് ലബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായിട്ട് ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വം കൂടി അല്ലെങ്കിൽ മരണം കൂടി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകതയോടുകൂടി ഓർക്കേണ്ട ചില കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം അതിരൂക്ഷമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധിയെ, ഇത്തരം ഒരു തിരിച്ചടിയെ ഹിസ്ബുള്ള ഏത് രീതിയിലായിരിക്കും തരണം ചെയ്യാൻ പോവുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ആക്രമണം നടന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കഴിഞ്ഞ ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറിയെയും 1992 ഇസ്രായേൽ വധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഹസൻ നസ്രുള്ള ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ 32 വർഷത്തിന് ശേഷം ഹസൻ നസ്രുള്ളയെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയെ വേറൊരു തരത്തിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ ഒരു മുൻ ജനറൽ സെക്രട്ടറി കൊല്ലപ്പെട്ട ശേഷം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം 32 വർഷത്തോളം ഇസ്രായേലി വധശ്രമങ്ങളെ അദ്ദേഹം അതിജീവിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഹിസ്ബുള്ളയുടെ എല്ലാവിധ ആക്രമണങ്ങൾക്കും അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുകൾക്കും അല്ലെങ്കിൽ ഇത്തരം സംഗതികൾക്കൊക്കെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും നേതാവ് കൊല്ലപ്പെടുന്നത്, ഇസ്രായേൽ വധിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പുള്ള ജനറൽ സെക്രട്ടറിയെയും ഇസ്രായേൽ തന്നെ കൊലപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഹിസ്ബുള്ള ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതാൻ വയ്യ. പക്ഷെങ്കിൽ പോലും ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണിത്. പ്രത്യേകിച്ചും ഇറാന് ഈ ഒരു സംഗതി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവരുടെ കൊല്ലപ്പെട്ട നിരവധി ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഹസൻ നസ്രുള്ള കൂടി ഉൾപ്പെടുന്നു എന്നതാണ്. ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇറാന് തീർച്ചയായും ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള രീതിയിലുള്ള ആലോചനകൾക്ക്, തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യപ്രകാരം ഹസൻ നസ്രുള്ളയുടെ മരണം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ലോകത്തെമ്പാടുമുള്ള ഇത്തരം ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നുമെന്നാണ് കാണേണ്ട കാര്യം. യമനിലെ ഹൂത്തികളും അതോടൊപ്പം തന്നെ ഇറാഖിലെ മിലീഷ്യ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ സിറിയയിലെ ഗ്രൂപ്പുകളും ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ കാണാനാകും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1991 ഇതിനു മുമ്പ് ഉള്ള ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയതിന് ഹിസ്ബുള്ള ഇസ്രായേലിന് നൽകിയ തിരിച്ചടികൾ ഏത് രീതിയിലായിരുന്നു എന്ന് ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. കാരണം അന്ന് ഹിസ്ബുള്ള ചെയ്ത ഒരു കാര്യം 92 അർജന്റീനയിൽ വെച്ച് ഇസ്രായേലി എംബസി ആക്രമിക്കുന്ന ഒരു രീതിയാണ് അവർ തെരഞ്ഞെടുത്തത്. അതായത് ലോകത്ത് ഇസ്രായേൽ ടെറിട്ടറിയിൽ അല്ലാതെ അവരുടെ പുറത്ത് വെച്ച് ഇസ്രായേലിന് നേരിട്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വിവിധ സംഘങ്ങൾ അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള അത്തരം ശൃംഖലകൾ ഉണ്ടാക്കിയിട്ടുള്ള ഹിസ്ബുള്ളയും ഇറാനും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഹസൻ നസ്രുള്ളയുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളെയൊക്കെ നഷ്ടപ്പെടുന്ന കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോരാട്ടം എന്നുള്ളത് അത് നിർത്താനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനോ കഴിയുകയില്ല. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടികൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾ എന്നതിനപ്പുറം അവർക്ക് ഒരു രീതിയിലും ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും
ലെബനനിലെ ഹിസ്ബുള്ളക്ക് നേരിട്ട തിരിച്ചടിയാണ് ഇതാണെങ്കിൽ പറയുമെങ്കിലും, ഇതാണ് തിരിച്ചടി എങ്കിൽ പറയാൻ പറ്റുമെങ്കിലും, ഇത്തരത്തിൽ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ ഇതുകൊണ്ട് സാധ്യമാകില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇതിനെ എത്രത്തിൽ ഓവർകം ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ അറബ് ലോകം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് ഈ മണിക്കൂറുകളിൽ വ്യക്തമായിട്ടില്ല. എന്നാൽ സിറിയയിലെ ചിലയിടങ്ങളിൽ സിറിയൻ വിഷയത്തിൽ ഇടപെട്ട ഒരു സംഘമായിരുന്നു ഹിസ്ബുള്ള. അവർ ഇറാനിയൻ താല്പര്യങ്ങൾക്ക് വേണ്ടി സിറിയയിൽ ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു, അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ സിറിയയിലെ പ്രതിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഹസൻ നസ്രുള്ളയുടെ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് കിട്ടുന്ന തിരിച്ചടി ആഘോഷമാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ഷിയ സുന്നി വ്യത്യാസങ്ങൾക്കപ്പുറം ഇസ്രായേലാണ് പ്രധാന പ്രതിസന്ധി എന്നുള്ള രീതിയിലേക്ക് ഓരോ സംഭവങ്ങളും കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് സാഹചര്യങ്ങളെ എത്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. ആ അമേരിക്കയിൽ അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുത്തിരുന്നെങ്കിലും ഏറ്റവും അനുകൂല സാഹചര്യം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഈ ഓപ്പറേഷന് അനുമതി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത എന്നുള്ളത് ലെബനനിലേക്ക് പുറപ്പെട്ട ഇറാനിയൻ വിമാനത്തെ ഹാക്ക് ചെയ്തുകൊണ്ട്, അതായത് ലെബനൻ്റെ സിസ്റ്റം ഇസ്രായേൽ ഹാക്ക് ചെയ്തുകൊണ്ട് ആ ഇറാനിയൻ വിമാനത്തെ തിരിച്ചയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും കൂടി പുറത്തു വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലെബനനിലെ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു സംഘമോ ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും, ഹമാസ് കഴിഞ്ഞ തവണ ഇസ്മയിൽ ഹാനിയയുടെ കൊലപാതകത്തോടു കൂടി ഹമാസ് ഇല്ലാതായിട്ടില്ല. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള നേതാക്കളെ വധിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയും ഇല്ലാതായിട്ടില്ല. പക്ഷേ ഇത്തരം തിരിച്ചടികളുമായിട്ട് ഇത് തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ലോകത്തെമ്പാടും വിവിധ സംഘങ്ങളാൽ, വിവിധ ഗ്രൂപ്പുകളാൽ വേരുകളുള്ള ഹിസ്ബുള്ള ഈ കാര്യത്തിൽ ഇനി എന്താകും ചെയ്യാൻ പോകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ പകരം വേറെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഹിസ്ബുള്ളക്ക് സാധിക്കും. അവരുടെ സംവിധാനങ്ങൾ വേറെ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അവർക്കത് ചെയ്തേ പറ്റുകയുള്ളൂ. അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചിട്ടും ഈ മിഡിൽ ഈസ്റ്റ് കൂടുതൽ കലുഷിതമാകുകയാണ്. ഈ ഒരു സാഹചര്യത്തെ ഇറാൻ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഇത് മാറിയാൽ അത് ലോകഘടനയെ തന്നെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.